അപ്പൊ എക്സാം കഴിഞ്ഞ് പേപ്പറും കിട്ടി. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈവ അറ്റൻഡ് ചെയ്യാൻ പോകണം. ഞങ്ങളുടെ മാം എല്ലാ തവണയും എക്സാം കഴിഞ്ഞാൽ വെക്കുന്ന ഒരു പരിപാടി ഈ ഒരു മോക്ക് വൈവ. ബേസിക്കലി സെമിസ്റ്റർ എക്സാം കഴിയുമ്പോഴാണ് സാധാരണ വൈവ വയ്ക്കാറുള്ളൂ. പക്ഷെ ഡക്കണ മാമിന് ഈ കാര്യത്തിൽ ഭയങ്കര നിർബന്ധം. പിന്നെ എനിക്കാണെങ്കിൽ അറ്റൻഡൻസ് കുറവായിട്ട് ഞാൻ എപ്പോഴും പോയി അറ്റൻഡ് ചെയ്യും, വേറെ വഴിയില്ല. ക്ലാസ്സിലെ ലാസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ എന്റെ കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമായി. അപ്പോഴാണ് കൗസ്തവ് പറഞ്ഞ അവന് കുറച്ച് ഫോട്ടോ എടുക്കണം, കുറെ നാളത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവന് ഫോട്ടോ എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവൻ വ്ളോഗിനെ കുറിച്ച് എന്തോ പറയണമെന്ന് പറഞ്ഞത്. അതൊന്ന് കേട്ടോക്ക്. विपिन का ब्लॉग सच में बहुत बढ़िया लगता है. जब विपिन का ब्लॉग में मेरे को खुद देखता हूँ वो तो उसका फीलिंग तो और भी बढ़िया है. थैंक्स अ लॉट विपिन. കാര്യം അവരെയും പറഞ്ഞത് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഫോട്ടോ എടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കൗസ്തവ് അങ്ങനെ കേട്ടാ, ലിറ്ററലി എല്ലാ കാര്യവും ഓപ്പണായി പറഞ്ഞാളാ. അങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ശവം പറഞ്ഞു എനിക്ക് വല്ല സ്നാക്സും വാങ്ങിച്ചിട്ടാന്ന്. അപ്പൊ ഞങ്ങൾ നേരെ അവിടെ എക്സ്പ്യൂസിന് അടുത്തുള്ള ചെറിയൊരു കടയിലേക്കാണ് വന്നേ. അവിടെ വന്നപ്പോൾ ഇവന് ഈ റോള് ഓർഡർ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കഴിച്ചതിന് വെച്ച് ഏറ്റവും നല്ലതും അതുകൊണ്ട് നല്ല വലുപ്പമുള്ള റോളായിരുന്നിട്ടാ. ഇറ്റ് വാസ് ആക്ച്വലി ഗുഡ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണേ. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിട്ടാ. അങ്ങനെ റോളൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്തായിരുന്നു കൗസ്തവ് ഈ ഷോപ്പിന്റെ ഓണറേയും കൂട്ടി വേറൊരു സ്ഥലത്തേക്ക് വന്നോടെ. ഈ ഓണർ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ നോർത്ത് ഇന്ത്യയിലാണ് കേട്ടോ. പുള്ളി ഒരു 15 വർഷമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. അപ്പൊ പുള്ളി ഇവിടെ ആളുടെ റൂമിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ മെസ്സ് സെറ്റപ്പ് തുടങ്ങുന്നുണ്ട്. അപ്പൊ അവർ കംപ്ലീറ്റ്ലി സെർവ് ചെയ്യുന്നത് ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡിഷസ് ആണ്. മെസ്സ് ആക്ച്വലി ഓപ്പൺ ആയിട്ടില്ല, ഇപ്പോഴും വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. സോ എന്നേലും കാലത്ത് ഇത് ഓപ്പൺ ആകുമ്പോൾ ഞാൻ പറ്റാണെങ്കിൽ വീഡിയോ ഇട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ പുള്ളിക്കാരോട് കുറച്ച് നേരം സംസാരിച്ച് പുള്ളി അവസാനം നമ്മളെ ഇടത്ത സ്ഥലത്ത് തന്നെ കൊണ്ടാക്കി തന്നു. അങ്ങനെ അവിടെ എത്തി ഒരു പെപ്സിയും കുടിച്ച് പോകുന്ന വഴിക്കായിരുന്നു ദൂരം നോക്കുമ്പോൾ കീച്ചു ലൈബ്രറിക്ക് പഠിക്കാൻ പോകുന്നത്. എന്റെ എക്സാം കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയപ്പോഴായിരുന്നു കീച്ചുന്റെ എക്സാം തുടങ്ങിയത്. പിന്നെ പോരാത്തിട്ട് ഞങ്ങളുടെ എക്സാം പോലെയല്ല, അവർക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. സോ അതുകൊണ്ട് ആൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സോ അവളെ അവിടെ പറഞ്ഞു വിട്ട് ഞാൻ തിരിച്ചു വരാമെന്നും പറഞ്ഞു ഞാൻ റൂമിൽ പോയി. അപ്പൊ വായിക്കുന്ന ഒരു ബുക്കും പിന്നെ കീച്ചുന്റെ ഒരു പാക്കേജ് എടുത്തു ഞാൻ നേരെ വിട്ടു ലൈബ്രറിക്ക്. ഇന്നാണ് ഈ ചന്ദ്രനെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു ബുക്കാണ് ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, ടെൽ മി എ സ്റ്റോറി ബൈ രവീന്ദ്ര സിംഗ്. ഈ ഓഥറിൽ തന്നെ വേറൊരു ബുക്ക് ഞാൻ വായിച്ചതിന്റെ ഒരു റിവ്യൂ എന്റെ പേജിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ പണ്ടോട്ടേ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണ് അറിയുണ്ടാവും. ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ കാണും ചെയ്യാം. പഠിച്ചു തുടങ്ങി 30 മിനിറ്റോളം തികച്ചായിട്ടില്ല. അപ്പോഴേക്കും കീച്ചുവിന് ഒരു കാപ്പി പിടിക്കാൻ മോഹം. അത് പിന്നെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നമ്മൾ ബുക്ക് എടുത്ത് പഠിക്കുന്ന സമയത്തായിരിക്കും ദാഹവും വിശപ്പും അല്ലെങ്കിൽ വല്ല ക്രേവിങ്സ് ഒക്കെ വരിക. അപ്പൊ നമ്മൾ തൊട്ടടുത്തുള്ള അണ്ണന്റെ കടയ്ക്ക് പോയി ഒരു പഫ്സും പിന്നെ ഞാൻ ഒരു കോക്കും വാങ്ങിച്ച് അങ്ങനെ പഫ്സൊക്കെ കഴിച്ച് തിരിച്ച് ലൈബ്രറി കയറിയപ്പോഴേക്കും ഏറെക്കുറെ കീസുവിന് ഫുഡൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ നേരെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോരായിരുന്നു. തിരിച്ച് പോകുന്ന വഴിക്ക് ഇതേ സൗഫറും വിഷ്ണു നിൽക്കണു. നേരത്തെ നമ്മൾ ഇവരുടെ റൂമിന്റെ അങ്ങോട്ടാ പോയിട്ടായിരുന്നേ. പിള്ളേർക്ക് പക്ഷെ പഴയ പോലെ കേട്ടാ, വീഡിയോ കാണുമ്പോൾ അങ്ങനെ ഒളിഞ്ഞു മാറലോ അല്ലെങ്കിൽ ഓടിപ്പോലൊന്നുമില്ല. അവരാണ് ഈ യദുവിനെ വീട്ടിൽ നിൽക്കായിരുന്നു. യദുവിനെ നിങ്ങൾക്ക് പിന്നെ ഓൾറെഡി ഉണ്ടാവുമല്ലോ, നമ്മുടെ ബാൻഡിലുള്ള പുള്ളിയാ. അപ്പൊ അവന്മാരോട് ഒരു യാത്രയും പറഞ്ഞ് ഞാൻ നേരെ അഭിനയം കൂട്ടി നേരെ വിട്ടു റൂമിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.